മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ രാമസ് ആണ്. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എക്കണോമിക്സിൻ്റെ മോഡൽ എക്സാം നമുക്ക് വരാനിരിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്കണോമിക്സിൽ പഠിക്കാനായിട്ടുണ്ട്. ഈ ഒരു വർഷം 17 ചാപ്റ്റേഴ്സാണ് നമുക്ക് എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാ മക്കളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എക്കണോമിക്സിൽ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതായത് നിങ്ങളുടെ മോഡൽ എക്സാമിന് എന്തായാലും വരാൻ പോകുന്ന കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏകദേശം 60ഓളം മാർക്ക് നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങൾ മിസ് കാണിക്കാൻ പോകുന്ന ഈ ചോദ്യങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അത്രയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് ഏകദേശം 60നോടടുത്ത് അല്ലെങ്കിൽ 60ഓളം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കളക്ഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഏതോ ഒരു തവണ 8 മാർക്കിന് വരെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമുക്കറിയാം 3 മെത്തേഡ്സ് ആണുള്ളത്. പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ഉണ്ട്, ടെലിഫോൺ ഇൻ്റർവ്യൂ ഉണ്ട്. ഈ 3 മെത്തേഡ്സിനെ കുറിച്ചും പഠിച്ചു വെച്ചേക്കാൻ നമുക്കറിയാം. പേഴ്സണൽ ഇൻ്റർവ്യൂ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആണ്. മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ആണെങ്കിൽ നമുക്കറിയാം മെയിൽ അയച്ചു കൊടുക്കുകയാണ് ക്വസ്റ്റ്യനെയർ. അതിൻ്റെ കൂടെ ഇത് ഫില്ല് ചെയ്ത് തിരിച്ചയക്കണം, പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ തിരിച്ചയക്കണം എന്നുള്ള റിക്വസ്റ്റ് കൂടെ അതിൻ്റെ കൂടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടെലിഫോൺ ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ ടെലിഫോണിലൂടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അത് എഴുതണം. പിന്നെ ഓരോ മെത്തേഡ്സിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. മെയിലിംഗ് ക്വസ്റ്റ്യനെയറും ഉണ്ട്, അതുപോലെ തന്നെ ടെലിഫോൺ ഇൻ്റർവ്യൂവിനും അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതൊക്കെ എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൈ ചാർട്ട്. നമ്മുടെ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും എല്ലാ വർഷവും ചോദിച്ച് കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പൈ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. അപ്പോൾ പൈ ഡയഗ്രാം വരയ്ക്കാൻ എന്തായാലും പഠിച്ചു വെച്ചേക്കുക. എക്സാമിന് പോകുന്ന സമയത്ത് നമ്മുടെ പ്രൊട്രാക്ടറൊക്കെ എന്തായാലും എല്ലാവരും കൊണ്ടുപോവുക. അപ്പോൾ പൈ ഡയഗ്രാം വരയ്ക്കാൻ കൺഫ്യൂഷനുള്ള മക്കൾ ഒന്നിവിടെ ശ്രദ്ധിക്കുക. നമുക്കിവിടെ ഇങ്ങനെ ഐറ്റംസ് തരും, അതേപോലെ തന്നെ നമുക്ക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റ നമുക്ക് തരും. ഇത് പേഴ്സൻറ്റേജിലാണ് തന്നത് എന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിനി അതിൽ പേഴ്സൻറ്റേജ് ആക്കാൻ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് പേഴ്സൻറ്റേജിലല്ല തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം നമ്മൾ പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. പേഴ്സൻറ്റേജിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡാറ്റയുടെ ടോട്ടൽ നിങ്ങൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ 18,940 എനിക്ക് ടോട്ടൽ കിട്ടിയത്. പിന്നെ ഓരോ ഐറ്റവും അതിൽ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? 9,500 ഡിവൈഡഡ് ബൈ 18,940 ഇൻറ്റു 100. അതേപോലെ 3,000 ഡിവൈഡഡ് ബൈ 18,940 ഇൻറ്റു 100. അങ്ങനെ ഓരോന്നിനെയും ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പേഴ്സൻറ്റേജിലേക്ക് മാറിയിട്ടുണ്ടാവും. പിന്നെ നമ്മളതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഹോൾ ഡിഗ്രി എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ ഇൻറ്റു 3.6 ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ പെർസെൻറ്റേജ് ഡാറ്റയുടെ കൂടെ ഇൻറ്റു 3.6 ചെയ്യുക. 50.16 ഇൻറ്റു 3.6 180.58 എന്ന് കിട്ടും. 15.84 ഇൻറ്റു 3.6 57.02 എന്ന് കിട്ടും. അങ്ങനെ അതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ശേഷം നിങ്ങൾ കോമ്പസ് ഒക്കെ എടുക്കുക, ഒരു സർക്കിൾ നന്നായിട്ട് വരയ്ക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സെൻറ്റർ കിട്ടിയിട്ടുണ്ടാവും. സെൻറ്റർ മാർക്ക് ചെയ്യുക, ഒരു വര നിങ്ങൾ വരച്ച് വെക്കുക. പിന്നെ അവിടെ നിങ്ങൾ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്ത് പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈന് നിങ്ങൾ അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് നിങ്ങളിങ്ങനെ വരച്ച് തുടങ്ങുക. ഫസ്റ്റ് നമ്മൾ 180.58 എടുത്തു. പിന്നെ നിങ്ങൾ പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈൻ വെക്കേണ്ടത് ഇവിടെയാണ്. എന്നിട്ട് 57.12 എടുത്തു. പിന്നെ പ്രൊട്രാക്ടർ വെക്കേണ്ടത് ഇവിടെയാണ്. 54.18 എടുക്കുന്നു. പിന്നെ പ്രൊട്രാക്ടർ വെക്കേണ്ടത് നമ്മൾ ലാസ്റ്റ് വരയ്ക്കുന്ന വര ഏതാണോ അതിന് മുകളിലാണ് പിന്നെ നിങ്ങൾ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നിങ്ങൾ മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ സർക്കിൾ വരച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഇത്രയും വരച്ചത് റെഡി ആണെങ്കിൽ ലാസ്റ്റ് എന്തായാലും നമുക്ക് ബാക്കിയുള്ള നമ്പർ ഏതാണോ അത് തന്നെ ഇവിടെ നമുക്ക് ആംഗിളായിട്ട് കിട്ടും. എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഈ ഓരോ പോർഷനും എന്താണ് പറയുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് പൈ ഡയഗ്രത്തിൽ നിന്ന് സ്കോർ ചെയ്യാം. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് 8 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മീനും മീഡിയനും മോഡും ഒരുമിച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള ചോദ്യം. അതും കണ്ടിന്യൂസ് സീരീസ് എന്നാണ് വരാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മീൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ σ/FM/n ആണല്ലോ. അതിന് ആദ്യം നമുക്ക് m വേണം. ഓരോ ക്ലാസ്സുകളുടെയും മിഡ് പോയിന്റ് വേണം. ഇവിടെ ഇപ്പോൾ 5, 15, 25 അങ്ങനെ കിട്ടും. പിന്നെ നമുക്ക് FM വേണം. FM എന്ന് പറഞ്ഞാൽ F ഇൻറ്റു M ആണ്. ഇവിടെ 4 ഇൻറ്റു 5 20, 7 ഇൻറ്റു 15 105. അങ്ങനെ FM കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ σ/FM വേണമല്ലോ, അതായത് FMൻ്റെ ടോട്ടൽ. അപ്പോൾ FMൻ്റെ ടോട്ടൽ 1630 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ N എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടൽ 50 എന്നും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1630 ഡിവൈഡഡ് ബൈ 50 എന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 32.6 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും.
ഓക്കെ അല്ലേ? ഇതാണ് അരിത്തമെറ്റിക് മീൻ. ഇനി മീഡിയൻ കാണാനാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് സീരീസിൽ ആദ്യം നിങ്ങൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അതായത് ഫ്രീക്വൻസീസ് ആഡ് ചെയ്ത് പോകണം. ഇവിടെ 4 ഇട്ടു, പിന്നെ 4നോട് 7 കൂട്ടി 11, 11നോട് 10 കൂട്ടി നമുക്ക് 21, അങ്ങനെ നിങ്ങൾ ആഡ് ചെയ്ത് പോവാം. എന്നിട്ട് n/2 നിങ്ങൾ കണ്ടുപിടിക്കണം. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി ആണ്. 50/2 നമുക്ക് 25 എന്ന് കിട്ടും. ആ 25നെ നിങ്ങൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ലൊക്കേറ്റ് ചെയ്യണം. അതായത് 25നേക്കാൾ വലിയ നമ്പർ ഏതാ നോക്കിയാൽ മതി. അതിപ്പോൾ ഇവിടെ 35 ആണ്. അപ്പോൾ 30 to 40 എന്ന ക്ലാസ്സിലായിരിക്കും നമുക്ക് മീഡിയൻ ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. L + n/2 - CF / F × H. L എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആണ്, അത് 30 ആണ്. n/2 നമുക്ക് ഇവിടെ 25 കിട്ടിയിട്ടുണ്ട്. CF എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിലുള്ള ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. F എന്ന് പറഞ്ഞാൽ ആ സെയിം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി ആണ്. H എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെൽ ആണ്. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മക്കൾ ശ്രദ്ധിക്കുക, ബോർഡ് മാസ് റൂൾ നിങ്ങൾ അപ്ലൈ ചെയ്യണം. 25 - 21 ആദ്യം ചെയ്യുന്നു, / 14 എന്ന് ചെയ്യുന്നു, × 10 എന്ന് ചെയ്യുന്നു, +30 എന്ന് ചെയ്യുന്നു. 32.857 അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ദെൻ മോഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ക്ലാസ് എടുത്ത് വെക്കുക. അതാണ് നമ്മുടെ മോഡൽ ക്ലാസ്. ഇവിടെ 30 to 40 ആണ്. എന്നിട്ട് വേണം നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. L എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും. D1 എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സും തൊട്ട് മുകളിലുള്ള ക്ലാസ്സിൻ്റെ Fഉം തമ്മിലുള്ള വ്യത്യാസമാണ്, അത് 4 ആണ് ഇവിടെ. ദെൻ D2 എന്ന് പറയുമ്പം ആ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയും തൊട്ട് താഴെയുള്ള ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള വ്യത്യാസമാണ്. 14 - 8 6 ആണ്. ദെൻ 10 ക്ലാസ് ഇൻ്റർവെൽ. സോ 4/10 × 10 + 30 34 മോഡ് കിട്ടുക. ഇങ്ങനെ സിമ്പിളായിട്ട് 8 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇക്വേഷൻ പഠിച്ച് വെച്ചോളാം, നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ അടുത്തത് നമ്മുടെ കോറിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് റാങ്ക് കോറിലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് അധികവും ചോദിച്ച് കാണുന്നത്. അപ്പോൾ റാങ്ക് കോറിലേഷൻ പഠിച്ച് വെച്ചാൽ ഇതേപോലെ നിങ്ങൾക്ക് 4 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ റാങ്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റാങ്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 1 - 6 σ d² / n³ - n. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആദ്യം നമുക്ക് D വേണം, D² വേണം. D എന്ന് പറഞ്ഞാൽ R1 - R2. ഫസ്റ്റ് റാങ്ക് നിന്ന് സെക്കൻഡ് റാങ്ക് മൈനസ് ചെയ്തതാണ് D എന്ന് പറയുന്നത്. 3 - 1 2 2 - 4 -2, പിന്നെ D², ഡിയുടെ സ്ക്വയർ. എന്നിട്ട് അതിൻ്റെ സിഗ്മ നമുക്ക് ഇവിടെ 34 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 - 6 × 34 / n എന്ന് പറയുന്നത് ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളതാണ്. 1 2 3 4 5 5 ഐറ്റംസ് ആണുള്ളത്. സോ 5³ - 5. അപ്പോൾ നമുക്ക് നോക്കാം. 1 - 6 × 34 എന്ന് പറയുമ്പോൾ 204 ആണ് കിട്ടുക. ഇനി 5³ എന്ന് പറയുമ്പോൾ 125 ആണ്. അതിൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 120 ആണ് കിട്ടുക. നമുക്ക് നോക്കാം. 204 / 120 ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് 1 നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 0.7 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആൻസർ കിട്ടുന്നത്. യെസ്, 0.7 എന്നാണ് കിട്ടുന്നത്. -0.7. അപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ ആണെന്നുള്ളത് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ഇതുപോലെ ഇൻഡെക്സ് നമ്പറിന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. അത് പഠിച്ച് വെക്കുകയാണെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ σp1 / σp0 × 100 ആണല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ P1ൻ്റെയും ടോട്ടൽ വേണം, അതുപോലെ തന്നെ P0ൻ്റെയും ടോട്ടൽ വേണം. P1ൻ്റെ ടോട്ടൽ ഇവിടെ 300 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. P0യുടെ ടോട്ടൽ ഇവിടെ 250 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. 300 / 250 × 100 ചെയ്യുമ്പോൾ നമുക്ക് 120 ആണ് എന്ത് കിട്ടുന്നത്, ഇവിടെ ഇൻഡെക്സ് നമ്പർ കിട്ടുന്നത്. നമുക്കറിയാം P1 ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് റീസെൻ്റ് ആയിട്ട് കാണുന്ന വർഷമാണ്. P0 എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോയ വർഷമാണ്, ബേസ് ഇയർ ആണ്. അങ്ങനെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ദെൻ അടുത്തത് നമ്മുടെ വാട്ട് ആർ ദ സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രോജക്റ്റ്, യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്നുള്ള ചാപ്റ്ററിന് ഈ ഒരു ചോദ്യം മാത്രമേ വന്ന് കാണാറുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റെപ്സ് ആ ഓർഡറിൽ തന്നെ കറക്റ്റായിട്ട് പഠിച്ച് വെക്കുക. ആദ്യം നമ്മളൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടൊരു ഏരിയ ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ആരാണ്, നമ്മൾ ചോദ്യം ചോദിക്കേണ്ട ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ഫിക്സ് ചെയ്യണം. അതിനുശേഷം ഡാറ്റ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയെ ഓർഗനൈസ് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം. അതിനുശേഷം മെയിൻ പാർട്ടായിട്ടുള്ള അനാലിസിസിലേക്കും ഇൻ്റർപ്രിട്ടേഷനിലേക്കും പോകാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്തും, റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തും. സജഷൻസും പ്രൊവൈഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ബിബ്ലിയോഗ്രഫി, സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സും കാണിക്കണം. ഇത് സ്റ്റെപ്പായിട്ട് ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓർഡറിൽ എഴുതാനാണ് നിങ്ങളോട് ചോദിക്കാറുള്ളത്. പിന്നെ അടുത്തത് നമ്മുടെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ റെവല്യൂഷൻ. അത് നമ്മുടെ ഇന്ത്യൻ എക്കണോമി 1950 to 1990 എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് എഴുതാൻ ചോദിക്കുക. ഈ മെയിൻ ആയിട്ടുള്ള ഈ 5 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. HYV സീഡ്സ് യൂസ് ചെയ്യുന്നു, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യുന്നു, മോഡേൺ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നു, ഇറിഗേഷൻ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നു, ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് പഠിച്ചു വെച്ചേക്കുക.
ദെൻ അടുത്തത് നമ്മുടെ എക്സ്പ്ലെയിൻ ലിബറലൈസേഷൻ പോളിസി. ലിബറലൈസേഷൻ മാത്രമായിട്ട് നമുക്ക് 5 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ആദ്യം നിങ്ങൾ ലിബറലൈസേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക, അത് എഴുതി വെക്കുക. നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് കുറച്ച് നമ്മുടെ എക്കണോമീനെ ഒന്നും കൂടെ ലിബറേറ്റ് ചെയ്യുന്നതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതിനുശേഷം ഈ 5 ഏരിയയിലായിട്ടാണ് നമ്മൾ ലിബറലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ശരിയല്ലേ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പഠിച്ച് വെക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ സെക്ടറിലാണെങ്കിൽ ഡി ലൈസൻസിങ്, ഡി റിസർവേഷൻ, അതുപോലെ തന്നെ ഡി റിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മോൾ സ്കെയിൽ സെക്ടർ, അതുപോലെ തന്നെ MRTP ആക്റ്റും അതുപോലെ തന്നെ ഫെറ ആക്റ്റും അമെൻഡ് ചെയ്തു. ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ ഫിനാൻഷ്യൽ സെക്ടറിലാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് ലിബറലൈസ് ചെയ്തു, പുതിയ പ്രൈവറ്റ് ബാങ്കുകൾ വന്നു, ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്തു. ഈ വക കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ ടാക്സിലാണെങ്കിൽ അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ ടാക്സും, പേഴ്സണൽ ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടിയും എക്സൈസ് ഡ്യൂട്ടിയും GSTയും ഒക്കെ റിഡ്യൂസ് ചെയ്തു. ഫോറിൻ എക്സ്ചേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പോർട്ട് മാക്സിമം എൻകറേജ് ചെയ്തു എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. പിന്നെ ട്രേഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അന്ന് നിലവിലുണ്ടായിരുന്ന നമ്മുടെ താരിഫ്, ക്വാട്ട ഇതുപോലുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും റിമൂവ് ചെയ്തു എന്നുള്ളതാണ് ട്രേഡിൽ മെൻഷൻ ചെയ്യാനുള്ളത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ മിനി മാരത്തോൺ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, LPG എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ ആ ലൈവിൽ എന്തായാലും എല്ലാവരും കയറാം കേട്ടോ. അടുത്തത് നമ്മുടെ എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് പോവേർട്ടി എന്നുള്ള ചാപ്റ്റർ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് പഠിച്ച് വെക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പഠിക്കണം തന്നെയല്ല, നമുക്ക് കണക്ട് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ ലോ ഇൻകം, ദാരിദ്ര്യം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ലാക്ക് ഓഫ് അസറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഇക്വാലിറ്റി, അതുപോലെ തന്നെ കടം കൂടി വരിക, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. അത് ഒരു മിനിമം ഒരു 6 എണ്ണമെങ്കിലും നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. അടുത്തത് 8 മാർക്കിന് നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് ഡൈവേഴ്സിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം റൂറൽ ഏരിയയിൽ ഡൈവേഴ്സിഫിക്കേഷൻ വേണ്ടി വരുന്നത് അവിടെയുള്ള മെയിൻ ആളുകളുടെ എല്ലാം വരുമാന മാർഗ്ഗം കൃഷിയാണ്. കൃഷി പക്ഷേ അത്ര പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ല. അപ്പോൾ അവരതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മാർഗ്ഗം കൂടി കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അനിമൽ ഹസ്ബൻഡറി, കന്നുകാലി വളർത്തൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഫിഷറീസ്, മത്സ്യബന്ധനം എന്താണെന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും നിങ്ങൾ മെൻഷൻ ചെയ്യണം. പിന്നെ ഹോർട്ടിക്കൾച്ചർ, നമുക്കറിയാം ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ കൃഷിയാണ്, അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യണം. ഇത് മൂന്നുമാണ് നമ്മുടെ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഫോർമൽ സെക്ടറും ഇൻഫോർമൽ സെക്ടറും തമ്മിലുള്ള വ്യത്യാസമാണ് സ്ഥിരമായിട്ട് എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. 4 മാർക്കിനാണ് ഇത് ചോദിക്കാറുള്ളത്. അപ്പോൾ ഡിഫറൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഫോർമൽ സെക്ടറിൽ ഹൈ സാലറിയാണ്, പക്ഷേ ഇൻഫോർമലിൽ ലോ സാലറിയാണ്. ഇവിടെ ജോബ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അവിടെ ജോബ് സെക്യൂരിറ്റി ഇല്ല. ഇവിടെ ലീവ് ആൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകളുണ്ട്, പക്ഷേ ഇൻഫോർമലിൽ അത് ഉണ്ടായിരിക്കില്ല. ഫോർമൽ സെക്ടറിൽ നമ്മൾ പുതിയ ടെക്നോളജിയാണ് യൂസ് ചെയ്യുക, പക്ഷേ ഇൻഫോർമൽ സെക്ടറിൽ നമ്മൾ പഴയ ടെക്നോളജിയാണ് യൂസ് ചെയ്യുക. 4 പോയിന്റ് മതി, 4 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അതൊന്നും പഠിച്ചു വെച്ചേക്കണേ. അടുത്തത് നമ്മുടെ 8 മാർക്കിന് നമുക്കറിയാം നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെ, എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് എന്തായാലും നിങ്ങളുടെ മോഡൽ എക്സാമിന് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, നമ്മുടെ സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അല്ലെങ്കിൽ ഇത് 5 മാർക്കിനും ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് മക്കളെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്? നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് യൂസ് ചെയ്യണം. റൂറൽ ഏരിയയിലുള്ള ആളുകൾ LPGയും ഗോബർ ഗ്യാസും യൂസ് ചെയ്യണം. അർബൻ ഏരിയയിലുള്ളവർ CNG യൂസ് ചെയ്യണം. വിൻഡ് എനർജി, സോളാർ എനർജി, അതുപോലെ തന്നെ മിനി ഹൈഡൽ, ചെറിയ ഹൈഡൽ പ്രൊജക്റ്റുകൾ. പിന്നെ ട്രഡീഷണൽ നോളജ്, ഔഷധ സസ്യങ്ങളും കാര്യങ്ങളൊക്കെ മാക്സിമം പ്രാക്ടീസ്, അതിൻ്റെ അറിവുകൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഓർഗാനിക് ഫാമിംഗ് പ്രൊമോട്ട് ചെയ്യണം. ബയോ കമ്പോസ്റ്റിങ്ങും ബയോ പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യണം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 60ഓളം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചോദ്യങ്ങൾ മിസ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഒരിക്കലും നിങ്ങൾ വിട്ട് കളയരുത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങളും ഈ ചാപ്റ്ററൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം നമ്മൾ 7:30 മിനി മാരത്തോൺ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.